താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനം അതിൻ്റെ 22 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകിയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. സ്തോത്രം. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും. അതേ ദൈവമക്കളെ, എത്ര സത്യവും. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറയണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ നേടുന്നത് ഒത്തിരി വലുതാണ്. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കളെ, നമുക്ക് വേണ്ടി വഴിയും വാതിലും തുറന്നു തരുന്ന ദൈവം എത്ര വലിയ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാരെ വരെ നമ്മൾ നോക്കിയാൽ നടത്തിയ ദൈവത്തിൻ്റെ മഹത്വം കാണുക. ദൈവമക്കളെ, വചനത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ആ വാഗ്ദത്ത സന്തതിയിൽ നമ്മളൊക്കെ ആയിത്തീർന്ന നന്മയ്ക്കാ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം നമ്മളെ കേൾപ്പിക്കുന്നു, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. കർത്താവ് ശപിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ശാപം നമ്മുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ നമുക്ക് പറ്റുമോ? അതും പൂർവ്വപിതാക്കന്മാരെ നോക്കിയാൽ നമുക്കറിയാം ദൈവമക്കളെ, യഹോവയുടെ കോപത്തിൽ എന്തെങ്കിലും അരുളപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു, നേടാനാവില്ല. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത് ദൈവം അത്രേ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നട്ടെ, തീർച്ചയായിട്ടും യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടൊരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. എന്നാലും ദുർഘടങ്ങളെ നിരപ്പാക്കുന്നത് നല്ല ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. വഴി തുറന്ന് ദൈവം നാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കും. അവൻ വീണാലും നിലം പരിചാകില്ല. അവൻ വീഴും, എന്നാലും നിലം പരിചാകുന്നില്ല. യഹോവനെ കൈപിടിച്ച് താങ്ങുന്നു. താങ്ങുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ദൈവം തരുന്ന സകല നന്മകളും അനുഗ്രഹങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഓരോ ദിവസവും കർത്താവെ, ദൈവം അവിടുന്ന് പോറ്റി പുലർത്തുമ്പോൾ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ഭൂമിയെ കൈവശമാക്കുന്ന അതേ കർത്താവെ, ആ നന്മകളെ എൻ്റെ യേശുവേ, സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഒരുക്കുന്ന നന്മയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആ പാദപീഠത്തോട് ചേർന്ന് നിന്നും കർത്താവെ, എത്ര തിക്താനുഭവങ്ങളുടെ നടുവിലും കർത്താവിന് വേണ്ടി സ്ഥിരമായി വില ചെയ്യുന്ന കർത്താവെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും സ്ഥിരപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടികളൊക്കെ ഇത്ര കാലം പോറ്റി പുലർത്തിയ നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീഴ്ച വന്നെങ്കിലും താളടിയാകാതെ കർത്താവെ, നിലം വരിച്ചാകാതെ ദൈവം ഞങ്ങളെ താങ്ങിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം വഴി നടത്തുന്ന നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി നല്ല സാക്ഷിയെ തീരുവാൻ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.